മനുട്ടാ ഇവിടെ എന്റെ കൂടെ ഇരിക്കുവാ. അങ്ങനെ നീ ഇപ്പൊ എന്റെ ചേട്ടൻ്റെ അടുത്ത് ഇരിക്കാറായിട്ടില്ല. നിനക്കൊരു സ്ഥലമൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നെടുത്തിരിക്കും. മനുച്ചേട്ടോ പുറയിൽ സീറ്റ് ഉണ്ട്, ഇരിക്കാം. എടോ, താൻ എന്നെക്കാളും മൂത്തല്ലേ, താൻ എന്തിനാണ് മനുഷ്യട്ടാന്ന് വിളിക്കുന്നത്? അല്ല മനുച്ചേട്ടാ, നമ്മൾ ബഹുമാനിക്കേണ്ടവരെ എപ്പോഴായാലും ബഹുമാനിച്ചല്ലേ പറ്റൂ. മനുച്ചേട്ടൻ ഇരിക്കുക. എന്താ അവിടെ എന്നെ നോക്കാൻ? അവള് വന്നില്ലേ? അവള് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പൊടി ആരാ? ആ പ്രസിഡന്റ് വരാം. ഓ വരാം. ശരി ശരി. എന്താ പറഞ്ഞേ? നിന്റെ അച്ഛനിപ്പ ഞാനില്ലാതെ പറ്റില്ല. നീ നാളെ കരയോഗത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോകാൻ പറഞ്ഞാ. എന്റെ അടുത്താണ് വേണ്ടില്ല. അച്ഛനെ ഇംപ്രസ് ചെയ്താൽ മതി. ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കാം, അത്രേ ഉള്ളൂ. അത് ഉണ്ടാക്കി എടുത്തിരിക്കും. നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളുടെ പോകുന്നതല്ല ഇപ്പോഴത്തെ ഒരു ഫാഷൻ. എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത്. അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും. നമ്മുടെ ഒരു ചെക്കൻ പോയി വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണെ വിളിച്ചോണ്ട് തരുന്നെങ്കിൽ പിന്നെ പോട്ടെന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണെ അങ്ങോട്ട് കൊടുത്താല് അടുത്ത തലമുറ കൂടെ അവരുടെ കൂട്ടത്തിലാവില്ലേ? വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ അംഗസംഖ്യ കുറയുന്നത്? അതെ, നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടാ 10 തലമുറ കഴിഞ്ഞാലും നാറ്റം മാറത്തില്ല, ഓർത്തോണം. ഞാൻ എന്തോ ചെയ്യാനാ കുറിപ്പേട്ട, അവള് വാശിയില്ല. ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു. അവർക്ക് സമ്മതാ, കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നത്. പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും. നടക്കില്ല. അങ്ങനെ സകലമത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ അവരുടെ വഴി, അല്ലെങ്കിൽ നമ്മുടെ വഴി. ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല. അല്ലേ പ്രസിഡന്റ്? സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല. മനു, എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കല്യാണം കരയോഗവും കുടുംബ മാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ? എന്നിട്ട് എന്തായി? അവസാനം ആ കുലപുരുഷൻ എൻ്റെ കൊച്ചിന് ഇട്ടേച്ചും പോയി. ഡിവോഴ്സ് ആയാലെന്താ? നഷ്ടപരിഹാരം നമ്മൾ മേടിച്ചു കൊടുത്തില്ലയോ? കല്യാണം കഴിഞ്ഞാ അവര് ബാംഗ്ലൂർക്ക് പോകും. ഓഹോ, എല്ലാം ഉറപ്പിച്ചിട്ടാണല്ലോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. പ്രസിഡന്റേ, ഇറങ്ങാം. അപ്പൊ ശരി. അയ്യോ, എല്ലാരും നിന്നെ. നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരത്തില്ലല്ലോ. ഇതാ സ്വീറ്റ്സ് എടുത്തേ. അമ്പാടിയിട്ടാ സ്വീറ്റ്സ്. താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അയ്യോ, നമുക്കെന്നാ തവളപ്പറമ്പിലെ മധുവിന്റെ പ്രശ്നം കുത്തുറപ്പാക്കിയാലോ? എന്റെ കാജു ബർഫിന്ന് പിടിച്ചു. കാജു ബർഫിലേക്ക് വണ്ടി എടുക്ക്. എന്റെ ഈ 2 എണ്ണം തന്നെ അധികമാ. ആ പോയില്ലേ? ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉഷാമ്മയ്ക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അവര് കാണുന്നതിന് മുമ്പ് വേഗം ആട്ടാനതാ. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? ഇതെന്തിനു മുറ്റത്ത് കയറി മുള നടന്നേ? ഡി, ആ രാജീവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ നാളെ ആയില്ല. ഇതോടെ നാളെ ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തൃക്കേട്ടയാണെന്ന്. അതിന് ആ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ? നിനക്ക് അങ്ങനെ പറയാം. ആയില്ലകാരി രാവിലെ എണീറ്റ് കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു പോകും. ദൃഷ്ടിദോഷം. ആനന്ദ, ആ മുഴുത്ത കമ്പ് തന്നെ നോക്കിയെടുത്ത് വെക്കേ. ഇച്ചയ്ക്ക് ഞാൻ ആയില്ലെങ്കിൽ ഉള്ളിയുടെ തൈ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലായിരുന്നോ? ഓ എടാ, അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്റ്റ് അല്ല. മുളയാ നല്ലത്. ദേ ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ടേ ആയില്ല ദൃഷ്ടി അങ്ങ് മാറിക്കോളും. ആ വേഗാട്ടെ. കൊച്ചേട്ടാ എന്തായാലും പോയില്ലല്ലോ, ബാ നമുക്കത് ക്ലീൻ ചെയ്ത്. കൊച്ചാട്ടാ, എന്താ രാവിലെ? ഒന്നുമില്ല ഗീതേ, ഇവള് ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ അങ്ങ് വഴക്കാതെ. അതാന്നോ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല.